അമേരിക്കൻ മണ്ണിൽ നിന്നുകൊണ്ട് ഇന്ത്യയെ ഭീഷണിപ്പെടുത്താൻ പാകിസ്ഥാൻ സൈനിക മേധാവിക്ക് ധൈര്യം വന്നു എന്നത് നിസ്സാരമായൊരു കാര്യമല്ല. വാസ്തവം പറഞ്ഞാൽ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള അടുത്തുള്ള ആ ബന്ധത്തിൽ വലിയ വിള്ളൽ വരുത്തുന്ന ഒരു സംഭവമായിട്ട് വേണം ഇതിനെ കണക്കാക്കാൻ. ഈ പാക് സൈനിക മേധാവി ആസിം മുനീർ അങ്ങേര് രണ്ടാം തവണയാണ് അമേരിക്ക സന്ദർശിക്കുന്നത്. ആദ്യത്തെ തവണ വന്നപ്പോൾ പ്രസിഡന്റ് ട്രംപിൻ്റെ അതിഥിയായിട്ട് വൈറ്റ് ഹൗസിൽ ഉച്ചഭക്ഷണത്തിന് പോയി. സാധാരണ ഒരു സൈനിക മേധാവിക്ക് ലഭിക്കുന്ന ഒരു കാര്യമല്ല. അപ്പോൾ പാകിസ്ഥാനും അമേരിക്കയും തമ്മിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വലിയൊരു ബന്ധം, അതിൻ്റെ ഒരു സൂചനയായിരുന്നു അത്. അതിനുശേഷമാണ് അദ്ദേഹം വീണ്ടും വരികയും ഇന്ത്യയെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തത്. ഇന്ത്യയെ ഭീഷണിപ്പെടുത്തിയ കാര്യം ഇത്രയേ ഉള്ളൂ. ഈ സിന്ധു നദീജലം പങ്കിടുന്നതിന് ആ കരാറുണ്ട്. പക്ഷേ ഈ പഹൽഗാം ആക്രമണത്തിന് ശേഷം ഒത്തുതീർപ്പുണ്ടായെങ്കിലും ആ കരാറ് ഇന്ത്യ പാലിക്കുന്നില്ല. കരാറനുസരിച്ച് അവർക്ക് വെള്ളം കൊടുക്കുന്നില്ല. ആ പ്രശ്നം ഇപ്പോഴും നിലനിൽക്കുന്നു. അതിനു പുറമെ സിന്ധു നദിയിൽ അണക്കെട്ട് കെട്ടാനായിട്ട്, വലിയൊരു അണക്കെട്ട് കെട്ടാനായിട്ട് ഇന്ത്യ ശ്രമിക്കുന്നു. ഇന്ത്യ ഏകദേശം തീരുമാനമെടുത്തിരിക്കുന്നു. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ, ഡാം നിർമ്മിച്ചു കഴിഞ്ഞാൽ അത് തകർത്ത് കളയുമെന്നാണ് ആസിം മുനീർ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത്. അത് മിസൈൽ അയച്ചു തകർക്കും, ഞങ്ങളുടെ ഒരു അണ്വായുധമുണ്ട്, ഞങ്ങളെ പേടിപ്പിക്കാനൊന്നും നോക്കണ്ട, ഞങ്ങൾ എന്തും ചെയ്യും എന്നാണ് അങ്ങേര് പറഞ്ഞിരിക്കുന്നത്. ഇത് കൂട്ടി വായിക്കേണ്ടത് അശ്വത്ഥാമാവിനെയാണ്. നമ്മൾ ഈ സകല മനുഷ്യരും യുദ്ധം ജയിച്ചതിന് ശേഷം പാണ്ഡവരെല്ലാം ഉറങ്ങിക്കിടക്കുമ്പോൾ രാത്രി വന്ന് തീവച്ച് അവിടെയുള്ള മനുഷ്യരെ മുഴുവൻ കൊന്ന വ്യക്തിയാണ് അശ്വത്ഥാമാവ്. അപ്പം അങ്ങനെ ഈ എല്ലാം നശിച്ചു കഴിയുമ്പോൾ ഇങ്ങനെയുള്ള തീവ്രമായിട്ടുള്ള നിലപാടുകളൊക്കെ ഓരോരുത്തരും എടുത്തു വന്നു വരും.